ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒത്തിരി കവറുകൾ ഉണ്ടാവും. പൊതുവേ നമ്മളത് ഒഴിവാക്കാറാണ് പതിവ്. അതല്ലെങ്കിൽ നമ്മൾ ചുരുട്ടിയിട്ടൊക്കെയാണ് ഒരു ഭാഗത്തേക്ക് വെക്കാറുള്ളത്. എന്നാൽ നല്ല രീതിയിൽ നമ്മൾ ഒതുക്കത്തിൽ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് കവർ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന കവറുകളുടെ എണ്ണം നല്ല തോതിൽ നമുക്ക് കുറക്കാനും പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു കിടിലൻ ഫോൾഡിങ് മെത്തേഡാണിത്. അപ്പോൾ ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഞാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രണ്ട് ഭാഗവും നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അടിവശം ഈ ഒരു ഭാഗത്തേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാട്ടോ ഞാൻ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി നാളായിട്ട് ചുരുട്ടി വെച്ചിട്ടുള്ളൊരു കവറാണ് കേട്ടോ. നമ്മൾ ചുരുട്ടുന്നതിന് മുമ്പേ തന്നെ നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്നുകൂടെ ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ രണ്ട് കൈയിൻ്റെ ഭാഗം ആ സെൻറ്ററിലുള്ള പോർഷനും ഉണ്ടല്ലോ, അതിൽ ആ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ കൈയിൻ്റെ ഈ ഒരു സൈഡിൽ വരുന്ന ഭാഗവും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഞാൻ മടക്കിയെടുക്കാൻ പോകുന്നത്, ഇപ്പം ഞാൻ മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ഈ ഒരു കവറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതേ ലെവലിൽ തന്നെ വീണ്ടും നമ്മൾ മടക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ രണ്ടാമതും ഇതേപോലെ മടക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി മടക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഒരു കൈ താഴ്ഭാഗത്തും കൈ മേൽഭാഗത്തുമായിട്ടാണ് കിട്ടുക. ഇനി ഇതിനുള്ളിലൂടെ ഈ ഒരു ഭാഗം കോർത്തെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അതിൻ്റെ സെൻറ്റർ ഭാഗം വീണ്ടും ഇതുപോലെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഡ്ത്താണ് നമുക്ക് കിട്ടുക. എന്നിട്ട് ഈ ചെറുതായിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനുള്ളിലൂടെ നമ്മൾ വിരലൊന്ന് കിടത്തി കൊടുത്തതിന് ശേഷം നീളമുള്ള ഈ ഒരു കൈവശം ഉള്ളിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ അതിനുള്ളിലൂടെ ഇതേപോലെ ഒന്ന് കോർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കേട്ടോ കിട്ടുക. അപ്പോൾ അതാ നമ്മുടെ ഫോൾഡിങ് മെത്തേഡ് ഇവിടെ പൂർത്തിയാവാനായിട്ടുണ്ട്. മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെങ്തി ആയിട്ടുള്ള ഭാഗം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനുള്ളിലൂടെ നമ്മൾ കൈവിരലൊന്ന് കടത്തി കൊടുത്തതിന് ശേഷം മറ്റേ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ കോർത്തെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ബോക്സ് പോലെ നമുക്കിത് കിട്ടും കേട്ടോ. കണ്ടോ, ഒരു പൗച്ച് പോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ലെങ്തി ആയിട്ടുള്ള കവറായാലും ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കവറുകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. എത്ര സൈസുള്ള കവറും ഈ ഒരു രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കവറുകൾ യൂസ് ചെയ്യാനായാലും തിരഞ്ഞ് സമയമൊന്നും കളയാതെ തന്നെ പെട്ടെന്ന് എടുക്കാനായാലൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരുന്ന കവറിനേക്കാൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. അതും ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതുപോലെ കവറുകളൊക്കെ കിട്ടുന്ന സമയത്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കവറുകൾ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മളൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആ കവറുകൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന കവറുകളുടെ എണ്ണം നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനൊരു കിടിലൻ റെസിപ്പിയാണ്. ഇപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് കുഞ്ഞൻ മത്തികൾ കിട്ടാറുണ്ട്. കുഞ്ഞമത്തിയുടെ കാലമാണെന്ന് തന്നെ പറയാം. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചെറിയ മത്തിയാണ്. മത്തിയൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മാത്രമല്ല അതൊന്ന് വറുകി കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് മസാലയൊക്കെ തിരുമ്മി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ റെസിപ്പി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഇതിലേക്ക് കുറച്ച് മസാലകളൊന്ന് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മസാലയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം വിനെഗർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ. ഈ ഒരു വിനെഗറും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും ആഡ് ചെയ്തതിന് ശേഷം കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി സാധാരണ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് കാശ്മീരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാ മുളക് പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ കളർ ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് അതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പിച്ചി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അടി വിസ്താരമുള്ളൊരു പാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതുതന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ആ ഒരു ഇഞ്ചിയും തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടാനുള്ള വെളിച്ചെണ്ണ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അവസാനം നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കണം. അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചൂടായി വന്നപ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മൂത്ത് വരുമ്പോൾ ചാച്ചി വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചുവന്നുള്ളി മാത്രമേ ചാച്ചെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 10 ചുവന്നുള്ളിയുടെ ചെറുതായിട്ടുള്ള അല്ലിയാണ് ഞാൻ ചാച്ചെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചുവന്നുള്ളിയുടെ പച്ച സ്മെല്ല് പോകുമ്പോൾ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഓരോന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 12 അല്ലി വെളുത്തുള്ളി നടുക കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ ഈ ഒരു കറിയിൽ ഉടഞ്ഞു വരണം കേട്ടോ. അതിനാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് നടുക കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം കൂടി പച്ച സ്മെല്ല് പോയി വരുമ്പോൾ മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല നാടൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലകളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പേ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മസാലകളെല്ലാം ഈ ഒരു ഉള്ളിയിലും അതുപോലെ തക്കാളിയിലൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ വെള്ളമല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കറിയായിട്ടല്ല, നല്ല ഒരു കുറുന്നനെയുള്ള ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ആ ഒരു തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിതിലേക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാലയിലേക്ക് നേരത്തെ നമ്മൾ മസാല തിരുമ്മി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, ഇതേപോലെ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ ഒരു മസാല തിരുമ്മി വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ആ ഒരു പുളിവെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുകളിലായിട്ട് കുറച്ച് കറി ലീവ്സ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. മാത്രമല്ല നല്ലൊരു ടേസ്റ്റാണിത്. സാധാരണ നമ്മൾ മീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി റെസിപ്പി തന്നെയാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അടിയൊന്ന് ഇതേപോലെ മറിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ മീനും ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് വെള്ളമൊക്കെ കുടുന്നനെയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന്. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂവി കൊടുക്കുകയാണ്. ഇതുപോലെ പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ മത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ കുറച്ച് എണ്ണ മാത്രം മതി. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും.
ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യുന്നൊരു ഭാഗം തന്നെയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശം എന്ന് പറയുന്നത്. എത്ര നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അഴുക്കായിട്ട് പോവാറുണ്ട്. അങ്ങനെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ആയാലും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഏത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വിനെഗറാണ് കേട്ടോ. ഈ ഒരു വിനെഗറും പേസ്റ്റും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പൊടിയുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പായാലും പേസ്റ്റ് ആയാലും വിനെഗർ ആയാലും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. ഇത് മൂന്നും കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. മൂന്നും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേസ്റ്റ് മിക്സാക്കി കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൈ വെച്ചിട്ട് ഈ ഒരു പേസ്റ്റും കൂടി അതിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റൗവിലായാലും അതുപോലെ തന്നെ ആ ഒരു പ്ലേറ്റിലായാലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അഴുക്കായിട്ടുള്ള ആ ഒരു ഭാഗത്തെല്ലാം ഈ ഒരു സൊല്യൂഷൻ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ബ്ലാക്ക് വശമൊക്കെ സ്പഞ്ച് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അഴുക്കൊക്കെ പെട്ടെന്ന് നീങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റൗവിൻ്റെ ഈ ഒരു ബ്ലാക്ക് പോർഷനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം ആ ഒരു സൊല്യൂഷൻ ആക്കി കൊടുത്തതിന് ശേഷം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഉരച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ കറുപ്പായിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെ ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ഭാഗത്തുള്ള അഴുക്കൊക്കെ എനിക്ക് നല്ല പോലെ തന്നെ നീങ്ങി കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റവിന് ഇതുപോലെയുള്ള 2 എണ്ണമാണ് കേട്ടോ. ഒന്ന് എടുക്കാൻ പറ്റുന്നതോ ഒന്ന് എടുക്കാൻ പറ്റാത്തതോ. അപ്പോൾ എടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ കഴുകിയെടുത്തത്. എടുക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വശത്തൊക്കെ ഇത് അഴുക്കുണ്ട്. അതെല്ലാം ഞാൻ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്ത് വരാം. ഈ ഒരു ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അടുപ്പ് കേട്ടോ. ഇതിൻ്റെ ഒരു വശമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷനിൽ ആ ഒരു സ്ക്രബ്ബർ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഉരച്ചെടുക്കുന്നുണ്ട്. ഒട്ടും സ്ട്രെസ് ചെയ്യാതെ തന്നെ എനിക്ക് ആ അഴുക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു കിണ്ണം നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനിതാ എല്ലാ വശവും ഉരച്ചെടുത്തതിന് ശേഷമുള്ളൊരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പും ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ ഒരു പ്ലേറ്റൊക്കെ എനിക്ക് നല്ല പോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് നനഞ്ഞൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ സോപ്പോ ലിക്വിഡോ ഷാമ്പുവോ ഒന്നും യൂസ് ചെയ്യാതെ പേസ്റ്റും വിനെഗറും ഉപ്പും വെച്ചിട്ട് മാത്രം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല പോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഗ്യാസ് സ്റ്റവ് ആയാലും കറ പിടിച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റ് ആയാലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്ലീനിങ് ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.